ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചീസ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ചീസി ലസാനിയ. ഇതൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. നമ്മൾ ഓവണൊന്നും ഇല്ലാണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതേ സമയത്ത് ഓവണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിഗ്രി ടെമ്പറേച്ചറിൽ എങ്ങനെ ചെയ്യാമെന്നും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. റെസിപ്പി ഫുള്ളായി കാണാം. നമുക്ക് വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ചീസ് മാത്രമേ നമുക്കിതിനായിട്ട് വാങ്ങേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വരും, നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോകാം. Hi friends, welcome to Nubas Yummy Recipes. Subscribe to Nubas Yummy Recipes and click on the bell. ലസാന നമുക്ക് പലതരത്തിലുണ്ടാക്കാം. ബീഫ് ലസാനിയ, ചിക്കൻ ലസാനിയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ വെജ് മാത്രമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3 നിറത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. റെഡ്, ഗ്രീൻ, യെല്ലോ. ലസാനയുടെ സ്പെഷ്യൽ ചീസിയാണ്, അതേ സമയത്ത് വളരെ കളർഫുൾ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിന് ഞാൻ ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 5-6 എടുക്കുക. അത്യാവശ്യം വലുതാണെങ്കിൽ നിങ്ങൾക്കൊരു 3 എടുത്താൽ മതി. അത് ഇതേപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുക. പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് പീസാക്കിയാൽ മതി. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒറിഗാനോ ലീവ്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിർബന്ധമില്ല. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു ചെറിയ വലിയ ഉള്ളി 2 അല്ലെങ്കിൽ ഒരു വലുത് 1 ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് സോട്ടാവുന്ന സമയം കൊണ്ട് തന്നെ ക്യാപ്സിക്കം മുറിച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുവന്ന ക്യാപ്സിക്കം അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്കതിന് പകരം തക്കാളി ചേർത്ത് കൊടുക്കാം. മഞ്ഞ ക്യാപ്സിക്കം അവൈലബിൾ അല്ലെങ്കിൽ പകരം ബേബി കോൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കാം. ഇനി ഇവിടെ ഉപ്പ്, ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചീസിൽ ആവശ്യത്തിന് ഉപ്പുള്ളത് കാരണം അധികം ഉപ്പ് ചേർക്കരുത്. 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒരു 1/4 സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനെ കവർ ചെയ്ത് ഒന്ന് 1 മിനിറ്റ് നേരത്തേക്ക് ചൂടാക്കാം. അതിനുശേഷം ലിഡ് എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങളൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്, കാരണം അടിവശം കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ട് ഞാൻ മുമ്പത്തെ വീട്ടിൽ അപ്ലോഡ് ചെയ്തിരുന്നു ജിഞ്ചർ ഗാർലിക് പൗഡേഴ്സ് വീട്ടിൽ എങ്ങനെ പൊടിച്ച് വെക്കാമെന്ന്. അപ്പോൾ അതുണ്ടെങ്കിൽ ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ഒനിയൻ പൗഡറും ഉണ്ടെങ്കിൽ 1/2 സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ നമുക്കത് ചേർക്കേണ്ട ആവശ്യമില്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതുകൊണ്ടാണ്. ഇതിലോട്ട് മല്ലിയില 1 കൈപ്പിടി അളവ്, ഒരു വലിയ തക്കാളി മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്, അതിൻ്റെ പ്യൂരി ടൊമാറ്റോ പ്യൂരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലോട്ട് നമ്മൾ 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ചേർത്ത് കൊടുക്കുക. ഈ കെച്ചപ്പിലും സോസിലെല്ലാം അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി ഇതിലോട്ട് നമ്മുടെ ഡയറി പ്രൊഡക്ട്സ് കിട്ടുന്ന കടകളിൽ അവൈലബിൾ ആയിട്ടുള്ള ചീസ് സ്പ്രെഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചീസ് സ്പ്രെഡ് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്ര നേരം ഞാൻ എല്ലാം തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചീസ് സ്പ്രെഡ് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തായിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉരുക്കി വരുന്ന ബട്ടറിലോട്ട് 2 സ്പൂൺ മൈദയോ കോൺഫ്ലോറോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കാൻ ഓർക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലോട്ട് നിങ്ങൾ ഇനി ഒരു 300 ml പാല് ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മൈദയുടെ മിക്സും പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലോട്ട് ഇനി നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. അതിലോട്ട് ചീസ് സ്പ്രെഡ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്, പീസസ് അല്ല. പെപ്പർ പൗഡർ 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും കൂടി ചേർക്കണം. അത് ശകലം ചേർത്താൽ മതി, 1/4 സ്പൂണിനും താഴെ ചേർത്താൽ മതി, കാരണം ചീസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. ഇവയെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് ഒരു സ്റ്റൗ ടോപ്പിൽ ഇതുപോലത്തെ ഒരു വയർ സ്റ്റാൻഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് 5 മുതൽ 7 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ചൂടാക്കണം. ഓണിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.
ഇനി നമുക്ക് ലസാനിയ ഉണ്ടാക്കാനായിട്ട് ലസാനിയ ഷീറ്റ്സ് വേണം. അതിന് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രെഡ്സ് ആണ്. ബ്രെഡ് ഉപയോഗിച്ച് ലസാനിയ ഷീറ്റ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം അതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്ത് മിക്സിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലത്തെ പൗഡർ ഫോംസിൽ മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ലസാനിയ ഷീറ്റ്സ് ഉണ്ടാക്കാം. ലസാനിയ ഷീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി പരത്തുന്ന കുഴൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ തിക്നെസ് വളരെ കുറഞ്ഞു കിട്ടും, ലസാനിയ ഷീറ്റ്സ് പോലെ കിട്ടും. ഇനി ഇതിനായിട്ട് നിങ്ങൾക്ക് ബേക്കിംഗ് പാനുകളോ ലിഡുകളോ അല്ലെങ്കിൽ ഗ്ലാസ് ലിഡുകളോ യൂസ് ചെയ്യാം ലസാനിയ നിർമ്മിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ താഴ്വശം ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിലോട്ട് ഇനി നിങ്ങൾക്ക് വൈറ്റ് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ലസാനിയ ഷീറ്റ്സ്, നമ്മളിവിടെ ബ്രെഡാണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ബ്രെഡ് നമുക്ക് താഴെ വെച്ച് കൊടുക്കാം. 4 ബ്രെഡ് പരത്തിയതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സൈസ് ചെറുതാണെങ്കിൽ അതുപോലെ കുറയ്ക്കാം. ഇനി വെജിറ്റബിൾ മിക്സിലോട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പൊടി, അതായത് ബ്രെഡ് പൗഡർ, ബ്രെഡിൻ്റെ ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഒരു 4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലോട്ട് പെപ്പർ പൗഡർ 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ശകലം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം ചേർന്ന് നമുക്കിനി ബ്രെഡിലോട്ട് അസംബിൾ ചെയ്യാം, ഈ പാനിലോട്ട്. അപ്പോൾ ബ്രെഡിന് മുകളിലായിട്ട് നിങ്ങൾ വൈറ്റ് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏറ്റവും താഴെ ബട്ടർ ചേർത്തു, പിന്നെ വൈറ്റ് സോസ്, പിന്നെ ബ്രെഡ് വെച്ചു, അതിന് മുകളിൽ വൈറ്റ് സോസ്, അതിന് മുകളിലായിട്ട് ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ മൊസറല്ല ചീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എഗെയിൻ നമ്മളിത് റിപ്പീറ്റ് ചെയ്യാം. ഇതിന് മുകളിലായിട്ട് ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. പരത്തിയെടുത്തിട്ടുള്ള ബ്രെഡ് പീസിന് മുകളിലായിട്ട് എഗെയിൻ നിങ്ങൾ വൈറ്റ് സോസ്, നമ്മൾ നിർമ്മിച്ച് വെച്ചിട്ടുള്ള വൈറ്റ് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് എഗെയിൻ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. അങ്ങനെ 2 ലെയർ കഴിഞ്ഞിരിക്കുന്നു. ഇനി 3ാമത്തെ ലെയർ ചെയ്യാം. അതിന് മുകളിലായിട്ട് ഇതേപോലെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം സെയിം നമ്മൾ ചെയ്ത പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. വെജിറ്റബിൾസും സോസും മൊസറല്ല ചീസും വെച്ച് കൊടുക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് പാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. 3 ലെയറാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ലസാനിയയ്ക്ക് ലെയർ കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. മൊസറല്ല ചീസ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഏറ്റവും മുകളിലത്തെ ലെയറിൽ നല്ലോണം ചീസ് വെച്ച് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഗാർണിഷ് ചെയ്തിട്ട് കുറച്ച് പെപ്പർ പൗഡർ സ്പ്രെഡ് ചെയ്യുക. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റൗ ടോപ്പിനുള്ളിൽ ഇത് ഇറക്കി വെച്ചിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് വരെ ചൂടാക്കി എടുക്കാം. 20 മിനിറ്റ് ഞാൻ കഴിഞ്ഞു. ഇതേപോലെ നല്ല ചീസി ആയിട്ടുള്ള ലസാനിയ റെഡി ആയിട്ടുണ്ട്. നിങ്ങളത് ഓവണിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യുക ഓവൺ. അതിനുശേഷം 165 ഡിഗ്രി ഇതിൽ ഒരു 7 മിനിറ്റ് വരെ നിങ്ങൾക്കത് ചൂടാക്കിയാൽ തന്നെ ലസാനിയ റെഡിയായി കിട്ടും. നമുക്കിത് കട്ട് ചെയ്ത് ലസാനിയ പുറത്തേക്ക് എടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ലസാനിയ ഒരു പീസ് മാത്രമായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഈസി ബ്രെഡ് ലസാനിയ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്. ഇത് ഇത്രയും വീഡിയോയിൽ പോലെ അത്രയും കഷ്ടമൊന്നുമല്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം അത്രയും കഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. ലസാനിയ ഇഷ്ടമുള്ള എല്ലാവർക്കും, അല്ലെങ്കിൽ ചീസി ഐറ്റംസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ റെസിപ്പി ഒത്തിരി ഇഷ്ടമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും പിന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.